ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 5-6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്കൊരു ലേശം ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നല്ലോണം പഞ്ചസാര ചേർക്കാം. നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനൊരു ഈ ടീസ്പൂണിന് 3 ടീസ്പൂൺ പഞ്ചസാര തന്നെ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അരിയണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മുട്ട കലക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഏലക്കാപ്പൊടിയാണ് അത് കിടക്കണത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ദോശക്കല്ല് വെച്ച് കൊടുക്കുക. ഫ്രൈ പാൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഫ്രൈ പാനാണ് ഒന്നും കൂടി നല്ലത്. നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഈ ബ്രെഡിനെ മുക്കിയെടുക്കാം. നമുക്കിതിൽ വെച്ച് കൊടുക്കാം. സിമ്മിലിട്ട് ചെയ്താൽ മതി കേട്ടോ. നന്നായി നമുക്കിത് റോസ്റ്റായി കിട്ടണം. ഇപ്പം സിമ്മിൽ ചെയ്താൽ മതി. ഹൈയിലിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയും. നമുക്ക് അടുത്ത ബ്രെഡ് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് സിമ്മിലിട്ടിട്ട് എടുക്കാം. അല്ല, ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, അതിൻ്റെ തരിയാണത്. നല്ല മണാട്ടോ നെയ്യിൻ്റെയൊക്കെ. നെയ്യിലിങ്ങനെ ബ്രെഡ് മുരിയണ മണം ഏലക്കയുടെ. നമുക്ക് ആദ്യം ഇട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് എടുക്കാതെ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. മുട്ടയും പിന്നെ നെയ്യ്
പിന്നെ ബ്രെഡൊക്കെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പണിയും തീരും, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. തീ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയും ഇത്. അപ്പൊ സിമ്മിലിട്ടിട്ട് ഉണ്ടാക്കുക. ഒന്ന് മൊരിയിച്ചെടുക്കുക. നമുക്കിത് എടുക്കാം. നമുക്ക് അടുത്ത ഇത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് എടുത്തത്. 6 ബ്രെഡ് നമ്മൾ അതിലുണ്ടാക്കി. ഒരു ബ്രെഡും കൂടി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ബ്രെഡ് റോസ്റ്റ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പം പണിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക.